നമസ്തേ. എൻ്റെ പേര് എസ് രാജശേഖരൻ നായരായിരുന്നു. അത് എൻ്റെ സ്ഥലത്തിൻ്റെ പേരൂടെ വെച്ചിട്ടാണ് ഞാൻ ഇലക്ഷൻ വന്നപ്പോൾ എൻ്റെ ചെങ്കൽ ജനിച്ച സ്ഥലം അറിയണം, അതുകൂടെ വെച്ചാണ് എൻ്റെ ചെങ്കൽ രാജശേഖരൻ എന്നാക്കിയത്. എൻ്റെ 17 വയസ്സിൽ ഈ നാട് വിട്ടു പോയി 53 വർഷമാവുന്നു. തിരിച്ച് 27 വർഷമായിട്ട് എൻ്റെ നാട്ടിൽ തിരിച്ചു വന്ന് എനിക്കറിയാവുന്നുള്ള തൊഴിൽ ഈ നാട്ടിൽ ചെയ്യിച്ച് മാക്സിമം തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇമ്പോസിബിൾ എന്നൊരു വേർഡ് ലൈഫിലില്ല. പ്രോബ്ലത്തിനെല്ലാം സൊല്യൂഷനുണ്ട്. അത് തെളിയിക്കുകയാണ് ഞാൻ ചെയ്തതൊക്കെ പല സ്ഥലമായി. അത് കോവളത്തായാലും ഉദയസമുദ്ര ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യയുടെ പേരിനും സമുദ്ര ബീച്ചിൻ്റെയും കൂടെ തുടങ്ങിയതാണ് ഉദയസമുദ്ര. ഇന്ന് കൂടുതൽ ഇൻവെൻറ്ററി ഉള്ള ഹോട്ടലാക്കി തന്നെ മാറ്റി. അത് തൊണ്ടഴുക്കുള്ള സാറ്റുക്ക് ഇരുന്ന സ്ഥലമാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി മണ്ണ് ഫില്ല് ചെയ്താണ് ഇത്രയും സൗന്ദര്യമുള്ളതാക്കിയതും. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും വന്ന് സന്തോഷത്തോടു കൂടെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന സന്തോഷം അതെങ്ങനെ ആയിരുന്നു എന്നുള്ളത് 25 വർഷം മുമ്പേ ഉള്ളവർക്കറിയാം. അതേപോലെ ആ റോഡും അറിയാം. 2 സൈഡ് പാറ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് അതിനെ ചിപ്സാക്കി കുട്ടയിൽ അളന്ന് ഈവനിങ്ങിൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഓരോ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നു വളരെ ബുദ്ധിമുട്ടി. അത് പ്രസവിച്ച് 5-6 മാസം പ്രായമുള്ള കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുത്തിട്ടാണ് ഒരു കൈ കൊണ്ട് ചുറ്റിക കൊണ്ടൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നതാണ്. അതെല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റി അവർക്കെല്ലാം തൊഴിൽ കൊടുത്തു. ഇന്നൊരു മാതൃക റോഡാക്കിയൊക്കെ മാറ്റിയതാണ്. പൊന്നറ ശ്രീധരൻ പാർക്ക് മുതൽ ഞാൻ ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഏറ്റവും വേസ്റ്റായിട്ടിരുന്ന സ്ഥലം പൊന്നറ ശ്രീധരൻ പാർക്കായിരുന്നു. ഞാൻ ബോംബെയിൽ നിന്ന് 2 വർഷം കഴിഞ്ഞ് 51 വർഷം മുമ്പേ ഞാൻ തിരിച്ചു വന്നപ്പോൾ മനസ്സിലും അത് മാത്രമാണ് കണ്ടതും. അത് മാറ്റണമെന്നുള്ളൊരു മനസ്സോടുകൂടെയാണ് ഞാൻ എൻ്റെ തിരുവനന്തപുരം മേയറെ കണ്ട്, അന്നത്തെ ഏറ്റവും നല്ല മേയറെന്ന് ഞാൻ ഇന്നും കാണുന്ന മാഡം ചന്ദ്രിക, അവരതിനുള്ള പെർമിഷൻ തന്നെ 20 വർഷം അവിടെ സെക്യൂരിറ്റി വെച്ചിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. 6 മാസം രാത്രി മണ്ണടിച്ച് അതൊരു വേസ്റ്റ് ഇടുന്ന സ്ഥലവും 1-2 ചെയ്യുന്ന സ്ഥലവും ആൾക്കാർ ലോകത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും ഉണ്ടോയെന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കൊടികളും പ്രതിഷേധ ഫ്ലെക്സുകളും വച്ചിരുന്നത് ഒരു റൗണ്ട് അബൌട്ട് ആയിരുന്നു എന്നുള്ളതാണ്. പ്രശസ്തനായ ആദരണീയനായ ദേശാഭിമാനിയുടെ പേരിൽ പൊന്നറ ശ്രീധരൻ എന്ന പ്രതിമ മാറ്റി അതിന് റിപ്പയർ ചെയ്ത് പീഠം ഉണ്ടാക്കി വാട്ടർഫോൾസൊക്കെ ചെയ്ത് എൻ്റെ അധ്വാനത്തിൻ്റെ പൈസയിലാണ്. അപ്പോൾ മേയറിൻ്റെ കൂടി പറഞ്ഞ് ഈ ഹോട്ടൽ തുടങ്ങുമ്പോൾ ഇതിൻ്റെ പബ്ലിസിറ്റി ഒന്നും വയ്ക്കാൻ പാടില്ല. അപ്പം ഞാൻ അവരോട് കേട്ട ഒരു കാര്യമാണ്, ഒരു പബ്ലിസിറ്റി എനിക്ക് വേണ്ട, ഒരു പെർമിഷൻ എനിക്ക് തരണം. ഈ റൗണ്ട് അബൌട്ടിൽ യാതൊരുവിധ പ്രതിഷേധ ഫ്ലെക്സും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും വയ്ക്കാൻ അനുവദനീയമല്ല എന്നുള്ളതിന് അതങ്ങനെ വെച്ച് 20 വർഷം സെക്യൂരിറ്റി വെച്ചാണ് 2-3 സെക്യൂരിറ്റി വെച്ചാണ് ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തിനാണെന്ന് കേട്ടാൽ എൻ്റെ നാട്ടിൽ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ കാണുന്ന ബ്യൂട്ടിഫിക്കേഷനാണ്, സൗന്ദര്യമാണ്. അതിന്ന് പുതിയ സ്കീമൊക്കെ വന്ന അതിൻ്റെ പേരിൽ ഇപ്പം പൊളിച്ചൊക്കെ ഇട്ടുവെങ്കിലും പക്ഷേ 20 വർഷം ഞാനത് സംരക്ഷിച്ചു എന്നുള്ളതാണ്. അതേപോലെ അയ്യങ്കാളി പാർക്ക് മുതൽ ഇപ്പം നിന്ന കുറേ റോഡൊക്കെ പോയിട്ടുള്ള എന്നെ ഹൈവേ വന്ന സ്ഥലത്തൊക്കെ ഞാൻ ലാൻഡ്സ്കേപ്പിങ്ങും പാർക്കുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ലാൻഡ്സ്കേപ്പിംഗ് കാണാം. നിലവിളക്കും നിറവറയൊക്കെ വെച്ചിട്ടുള്ള അതിന്നും ഉണ്ട്. അത് ഞാനാണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തത്. അല്ല എന്നുണ്ടെങ്കിൽ അത് വൃത്തികേടായിട്ട് കിടക്കും. പിന്നെ ക്ഷേത്രങ്ങൾ ചെയ്തോ എന്ന് കേട്ടാൽ അതെല്ലാം എൻ്റെ വിശ്വാസത്തിൻ്റെയും കൂടെ ഭാഗം. അതിനപ്പുറം മതസൗഹാർദ്ദം എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാളയത്തെ ഗണപതി ക്ഷേത്രം ചെയ്തതൊക്കെ. ഇപ്പോഴാണത് മതസൗഹാർദ്ദമായി എന്ന് തൊട്ടടുത്തുള്ള നമ്മളെ ഇമാം പോലും അദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് പറഞ്ഞതൊക്കെയാണ്. എനിക്ക് ജാതിയും മതവും
രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയമായിട്ട് അധികമൊന്നുമില്ല. എനിക്ക് മുഖ്യം എൻ്റെ നാട് നന്നാക്കുക എന്നുള്ളതാണ്. മുംബൈയിൽ നല്ലതായിട്ട് ബിസിനസ്സൊക്കെ ചെയ്തിരുന്നതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ലീസിനൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്ന് 16 മണിക്കൂറൊക്കെ ജോലി ചെയ്താണ് ഇവിടെയൊക്കെ ഈ മാറ്റത്തെ കൊണ്ടുവന്നൊക്കെ. 2000 കൂടുതൽ ആൾക്കാർക്ക് ഞങ്ങൾക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു. ഞാൻ പഠിച്ച 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു സ്കൂൾ ലേലം ചെയ്യുന്നത് കണ്ട് അതിനെ ലേലത്തിൽ നിന്ന് രക്ഷിച്ച് സായികൃഷ്ണ എന്നൊരു സ്കൂള്, പകൽ പോലും പോകാൻ പേടിക്കുന്ന ഒരു ഒട്ടക്കുന്നായിട്ടുള്ള അടുത്ത് അവിടെ ഒരു സരസ്വതി വിദ്യാലയം, ഇന്ന് ഏറ്റവും കേരളത്തിൽ ഇല്ലാത്ത സ്കൂളെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. എന്തായിരിക്കണം വിദ്യാഭ്യാസം, അത് അവിടെ പോയി കാണാൻ സാധിക്കും. എൻ്റെ അധ്വാനമാണ്, എൻ്റെ വിഷനാണ്. ഒരു ഹെൽത്തി സ്റ്റുഡൻസിനെ എൻ്റെ വില്ലേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം. എൻ്റെ വില്ലേജ് ഡെവലപ്പായാലേ, അവിടുത്തെ കുട്ടികൾ ഹെൽത്തി ആയിട്ട് പോയാലേ ഈ കേരളം ഹെൽത്തി ആവുള്ളൂ. അങ്ങനെ ഭാരതവും ഹെൽത്തി ആവും. മോദിജിയുടെ നമ്മളുടെ ഈ 2047 മിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ വില്ലേജുകളെല്ലാം ഡെവലപ്പ് ആവണം. അങ്ങനെ എൻ്റെ ചെങ്കൽ വില്ലേജിനെ അഡോപ്റ്റ് ചെയ്ത് 3 കുളങ്ങൾ ഇന്നും പായലും മണ്ണുമായിട്ട് കിടക്കുന്നത് ഞാൻ പഞ്ചായത്തിൽ പോയി എനിക്ക് തരാണെങ്കിൽ ഞാനത് ക്ലീൻ ചെയ്ത് സംരക്ഷിക്കാം. അതിൻ്റെ ചുറ്റും ആൾക്കാർക്ക് നടക്കാനുള്ള, ഇന്ന് കൂടുതൽ ആൾക്കാരും ഡയബറ്റിക്കും BP ഉള്ള ആൾക്കാരാണ്. വീട്ടിൽ ഇരിക്കുന്നവർക്ക് നടക്കാൻ പോലും സ്ഥലമില്ല. ആ കുളത്തിൻ്റെ വരമ്പെല്ലാം നമ്മൾ അക്വാപഞ്ചർ ടൈലിങ് ചെയ്ത് ചെരുപ്പില്ലാതെ നടന്നാൽ കാലത്തും വൈകുന്നേരം ആൾക്കാർക്ക് അസുഖങ്ങൾ മാറും. അതൊരു പാർക്ക് ചെയ്ത് അവർക്ക് കാലത്ത് നടക്കാൻ വന്നവർക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ്, വെജിറ്റബിൾ ജ്യൂസും, വൈകുന്നേരം ആകുമ്പോൾ ടീ കാഫി എന്തെങ്കിലും സ്നാക്സും ഒക്കെ, ശുദ്ധമായ വെള്ളമൊക്കെ കൊടുത്ത് ടോയ്ലറ്റ് സൗകര്യവും ഓപ്പൺ ജിമ്മും ഒക്കെ ചെയ്ത് അവിടെ ഞാൻ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഞ്ചായത്തിന് പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. 3 കുളങ്ങളെ ചേർത്ത് വില്ലേജ് ടൂറിസം, വേൾഡിലുള്ള ടൂറിസ്റ്റുകൾ എൻ്റെ വില്ലേജ് കൊണ്ട് കാണിക്കും. ആ വില്ലേജുകളിൽ ഓരോ വീട്ടിനും എന്തെങ്കിലും രീതിയിൽ വരുമാനം വരുന്നതായിട്ടുള്ള ഡയറി ഫാമോ പോയട്രി ഫാമോ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ്സോ അവർക്ക് അങ്ങോട്ട് ലോൺ കൊടുത്ത് ചെയ്യിച്ച് നമ്മൾ മാർക്കറ്റ് റേറ്റിൽ നിന്ന് 10% എക്സ്ട്രാ കൊടുത്ത് പർച്ചേസ് ചെയ്യും. അത് ഓർഗാനിക് ആയിരിക്കും. അത് നമ്മളെ ഹോട്ടലിൽ യൂസ് ചെയ്തതിന് ശേഷം ഒരു മെസ്സേജ് കൊടുക്കും, വില്ലേജ് കാണിച്ചിട്ട് ഈ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതായിട്ടുള്ള ഫുഡെല്ലാം വരുന്നത്, ഇതെല്ലാം ഓർഗാനിക്കാണ്. അങ്ങനെ ടൂറിസം കൊണ്ട് വില്ലേജിന് പ്രയോജനം വരണം. അതുകൊണ്ട് സ്കൂളിനെയും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. സ്കൂളിൽ കൊണ്ടുപോയി +2 വരെ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ചെങ്കൽ വില്ലേജിൽ ഒരു കുട്ടികളും +2 പഠിക്കാത്ത കുട്ടികൾ കാണില്ല. അതിൻ്റെ പ്രോമിസാണ്. ആ സ്കൂളിൽ ഇന്നും 100 കൂടുതൽ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. എൻ്റെ സ്കൂളിൽ ആയമാരുടെ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ആ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു കുട്ടികളെ സ്പോൺസർ പറയും, അവരോട് പറയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പൈസ കൊടുക്കുന്നതിനപ്പുറം ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്താൽ അതൊരു പുണ്യമാണ്. അവർ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞ് അവിടുത്തെ ബാങ്കിൽ നിന്ന് അവരുടെ പേരിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ ചെങ്കൽ വില്ലേജ് ഞാൻ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. +2 പഠിക്കാത്ത ഒരു കുട്ടികളും എൻ്റെ നാട്ടിൽ കാണില്ല എന്നുള്ളത്. എനിക്ക് വിദ്യാഭ്യാസം 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം പഠിക്കണമായിരുന്നു, അത് കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ്. നാട്ടിൽ തന്നെ വിളിച്ചു തന്നൊരു സ്കൂളാണ് സായികൃഷ്ണ. അപ്പം എൻ്റെ കർത്തവ്യം കൂടെയാണ് എല്ലാ സ്പോർട്സും ഉള്ള ഒരു സ്കൂള്, ഇൻക്ലൂഡിങ് സ്ക്വാഷ് കോർട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂളിലും കാണുമെന്ന്. 18 ഷൂട്ടിംഗ് റേഞ്ച്, ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂള്, എല്ലാ ഇൻഡോർ ഫുട്ബോൾ സ്റ്റേഡിയം മുതൽ എല്ലാം ആ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് കമ്പൾസറിയാണ് 1ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടി സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അവിടുത്തെ സിസ്റ്റം സിലബസുമൊക്കെ. എന്ന് പോകുമ്പോൾ തന്നെ എഴുത്തച്ഛനും ശങ്കരാചാര്യയുടെയൊക്കെ പ്രതിമയുണ്ട്. ഏറ്റവും മുകളിൽ ഗുരുദേവൻ, അയ്യങ്കാളിയും മന്നത്താചാര്യൻ്റെയൊക്കെ 12 അടിയുടെ പ്രതിമയും അവരുടെയൊക്കെ സ്റ്റോറി ചുമരിൽ എഴുതി ലൈറ്റും ഇട്ട് ഹൈലൈറ്റ് ഉണ്ട്. ജന്മം മുതൽ മരണം വരെ എല്ലാവരുടെയും ജന്മസമയങ്ങളിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് പുഷ്പാർച്ചന ചെയ്യിക്കാറുണ്ട്. ആ മഹാന്മാരുടെയൊക്കെ കാര്യങ്ങൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്ന് നമ്മളിതെല്ലാം കാണിക്കാൻ കൂടെയാണ് ആ സ്കൂളിൽ ചെയ്തിരിക്കുന്നത്. നടുക്കൊരു മെഡിറ്റേഷൻ സെൻ്ററും ഉണ്ട്. സ്കൂൾ എങ്ങനെ ഇരിക്കണം, ഏറ്റവും വേസ്റ്റ് സ്ഥലം എടുത്തിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു സ്കൂൾ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞു വേസ്റ്റ് സ്ഥലം മാറ്റി ഞാനൊരു ഹോട്ടൽ ചെയ്തു. അന്ന് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് അവാർഡ്, ഒരുപാട് ബെസ്റ്റ് ഹോട്ടലിൻ്റെ അവാർഡ് മേടിച്ചാണ്. വേസ്റ്റായിട്ടുള്ള
സ്ഥലം എനിക്ക് മേടിക്കാൻ പൈസയുടെ കുറവും കൂടെ ഉണ്ട്, അതേപോലെ ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ടാണ് കുന്നായിട്ടുള്ള സ്ഥലം മേടിച്ചിട്ട് ഇന്ന് സായി കൃഷ്ണ സ്കൂൾ ചെയ്തു. അതിനൊരു യൂണിവേഴ്സിറ്റി ആക്കിയ എൻ്റെ കർത്തവ്യമാണ്. ഞാൻ നാട്ടിന് കൊടുത്ത വാക്കാണ്. ഒരു ഡീം യൂണിവേഴ്സിറ്റി +2 കഴിഞ്ഞാൽ ആ നാട്ടിൽ തന്നെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുവാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കണം. ഇതെൻ്റെ ആവശ്യമാണ്. ഇന്ന് കേരളത്തിൽ കൂടുതൽ അച്ഛനും അമ്മയും അമ്മമാരും ഒക്കെ രോഗികളാവാൻ കാരണം ഞങ്ങളുടെ വേർപാടാണ്. ഞാനും 17 വയസ്സിൽ ബോംബെ പോയിട്ട് 2 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കുടുംബം ഒരു മരണ വീട് പോലെയാണ് അമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞത്. ഒരു ആഘോഷമില്ല, ഒരു ബർത്ത്ഡേ ഇല്ല, ഈവൻ ക്ഷേത്രത്തിൽ പോലും പോകാതായി. അതേപോലെ അന്ന് ആലോചിച്ചു, ഇതേപോലെയല്ല എല്ലാ കുടുംബങ്ങളും. നമ്മൾ ഗൾഫിൽ പോകണോ, വേറെ ഈവൻ ബാംഗ്ലൂരിൽ പോലും പോയി കുട്ടികൾ പഠിക്കുമെന്ന് പറയുമ്പോൾ ആ വേർപാടെന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അത് കുറേ വർഷങ്ങളായിട്ട് കൃഷിയും കാര്യങ്ങളും ഉണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ന് വ്യവസായം എന്ത് തൊഴിൽ കൊടുക്കുമെന്നുള്ളത് അറിയില്ല. ഉണ്ടായിരുന്ന തൊഴിലെല്ലാം ഇല്ലാതാക്കിയതാണ് ഈ കേരളം. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് അധ്വാനിക്കുന്നത്. ഇവിടെ ആലപ്പിയിൽ പോയിട്ട് 5 വർഷം എടുത്ത് 5 ഏക്കർ സ്ഥലം എടുത്ത് വാട്ടർ ഫ്രണ്ടേജ് എടുത്ത് ഇപ്പോൾ വേസ്റ്റ് ആലപ്പി ഹോട്ടലുണ്ടാക്കി, ഉദയ ബാക്ക് വാട്ടർ. അവിടുത്തെ 250 കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു. ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ മുമ്പേ ചിരിക്കില്ലായിരുന്നു, അവരിപ്പം ചിരിക്കും. ആളുകൾ റോഡിന് വേണ്ടി സ്ഥലം കൊടുക്കില്ല, അവർക്ക് മനസ്സിലായി വ്യവസായം വേണം, തൊഴിൽ വേണം. വാഗമൺ ISA ട്രെയിനിങ് സെൻ്റർ ആണെന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ട് ലോകത്തിലെ ഏറ്റവും സ്വർഗം പോലത്തെ സ്ഥലമാണ് വാഗമൺ. അവിടെ എൻ്റെ റിസോർട്ട് പണിയാണ്. ഞാനിത് ചെയ്യുന്നത് പറയുന്ന കാര്യം, നമുക്ക് കേരളമാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, വേൾഡ് ടൂറിസത്തിന് ഏറ്റവും പറ്റിയ സ്ഥലവും ഇതാണ്. ഇതൊരു മെസ്സേജും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ബോംബെയിൽ തന്നെ കഴിയുമായിരുന്നു. എല്ലാ സെറ്റപ്പും വിട്ടിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്ന് ചാലഞ്ചോടുകൂടി ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം സക്സസ് ആയി എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാട് നല്ലതായതുകൊണ്ട് മാത്രമാണ്. ഇന്ന് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായിട്ട് എൻ്റെ സ്കൂളിലെ കുട്ടികളും ടീച്ചറും സ്റ്റുഡൻസും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് ജാതി മതമല്ല, അവർക്കറിയാം. അവിടെ സ്കൂളിൽ തന്നെ 250 കൂടുതൽ അവിടുത്തെ ടീച്ചേഴ്സും ഡ്രൈവറുമായിട്ടൊക്കെ ജോലി ചെയ്യുന്നൊക്കെ. ആ സ്കൂളിൽ നിന്ന് ഇൻകമായിട്ടൊന്നുമില്ല, പക്ഷേ കയ്യിൽ നിന്നൊക്കെ ചിലപ്പം പൈസ ഇട്ടൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം ആ വില്ലേജിൽ എനിക്ക് കൊടുക്കുവാൻ സാധിക്കും. അതേപോലെ കോളേജും ചെയ്യണം, അതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ കൊണ്ടുവരണം. വിഴിഞ്ഞം ഡെവലപ്പ് ആവുന്നതോടുകൂടി ചേർന്ന് അടുത്ത് കിടക്കുന്ന നെയ്യാറ്റിൻകരയിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളാണ്. എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സുകളുണ്ട് ബിസിനസ്സുകളുമായിട്ടൊക്കെ. എനിക്ക് എന്നെ നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരാൻ ഞാൻ ഗ്യാരണ്ടി കൊടുത്താൽ വരും, തീർച്ചയാണ്. ഇന്ന് എനിക്ക് ബോംബെയിൽ ഒരു തണലായിട്ട് അന്ന് 53 വർഷം മുമ്പേ ഒരു സമാജമുണ്ട്, ബോംബെ കേരളീയ സമാജം. ഇന്ന് ഞാൻ എൻ്റെ പ്രസിഡൻ്റ് കൂടെയാണ്. ആ ബോംബെയിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എമർജൻസിയിലാണ് ഇലക്ഷൻ വർക്ക് ചെയ്തത്. ജനതാ പാർട്ടിക്ക് വേണ്ടി രാം നായിക് എന്ന കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടാണ്. രാത്രി പോയിട്ട് 18 വയസ്സിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു, എമർജൻസിയാണ്. അന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചു. അതാണ് എൻ്റെ തുടക്കം. അതിനുശേഷം രാജഗോപാൽ രാജ്യസഭാ സീറ്റ് ജയിച്ചു വന്നപ്പോൾ ബോംബെയിലെ സ്വീകരണം കൊടുത്തത് മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇലക്ഷനും പിന്നിൽ നിന്ന് വണ്ടിയും ഡ്രൈവറും ചെലവും എല്ലാം ചെയ്തത് ഞാനാണ്. എൻ്റെ നാട്ടിനെ മാറ്റണം, ചെയ്യണം. എനിക്കറിയാം ഈ നാട്ടിൽ മാറണമെങ്കിൽ ഈ പാർട്ടികൾ മാറണം. ഈ രാഷ്ട്രീയം തെറ്റായിട്ടാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള ഒറ്റ കാരണത്ത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് ലോകം അറിയുന്ന ഭാരതമാവാൻ കാരണം തന്നെ നരേന്ദ്രമോദി എന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ഒരു പ്രൈം മിനിസ്റ്റർ നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. ഒരു കറപ്ഷൻ ഇല്ലാതെ, ഒരു ചോർച്ചയില്ലാതെ, വികസനവും ജനങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നതായ വ്യക്തിയാണ്. അതേപോലെ ഞാനും അതേപോലെ എൻ്റെ നാട്ടിനെ നന്നാക്കുക എൻ്റെ കർത്തവ്യമാണ്. അതാണ് ഞാൻ ഈ നെയ്യാറ്റിൻകരയിലെ ഒരു കാൻഡിഡേറ്റ് ആവുക. ആദ്യത്തെ പ്രാവശ്യം നിന്നപ്പോൾ നല്ലൊരു വോട്ട് ശതമാനം കൂടിയായിരുന്നു, വിജയിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം എൻ്റെ നാട്ടുകാർ മനസ്സിലാക്കി. എൻ്റെ നാട്ടുകാർ സർവേ ചെയ്തപ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് ഞാനാണ് വരേണ്ടതെന്ന് പറഞ്ഞു. വൈറ്റ് ചുമരും അടിച്ച് താമരയും അടിച്ച് പേരെഴുതാതെ ഇട്ടിരുന്നു. ലാസ്റ്റിലെ സർവേയിൽ എന്നെ തന്നെ അവർ സെലക്ട് ചെയ്ത് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ മനസ്സ് പറഞ്ഞു എൻ്റെ നാട്ടിനെ എനിക്ക് സംരക്ഷിക്കാൻ എൻ്റെ കടമയാണ്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സിൻസിയറായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം, വികസനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതായിട്ട് ഒരുപാട് നല്ല വ്യക്തിയുണ്ട്. പാർട്ടിക്കാരല്ലാത്തതായിട്ടുള്ള പുതിയ ആൾക്കാരും വന്ന് നമ്മളെ കൂടെ ഇപ്പം BJPയിൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഏറ്റവും നല്ല ഭാരതം വളരുമ്പോൾ കേരളമായിരിക്കണം അതിൻ്റെ മുന്നിൽ വരേണ്ടത്. ആ കേരളത്തിൻ്റെ മുന്നിൽ നെയ്യാറ്റിൻകരയായിരിക്കണം പ്രഥമ സ്ഥാനത്ത് വരേണ്ടത്. പ്രഥമ സ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം, അവരുടെ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്, അവർക്ക് നല്ല പാർക്കുകൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ നെയ്യാറ്റിൻകരയിൽ വീണ്ടും ഇലക്ഷൻ നിൽക്കുന്നതും. എനിക്ക് വേണ്ടത് നിങ്ങളുടെയൊക്കെ സഹായങ്ങളാണ്. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അത് ജനങ്ങളിൽ എത്തിക്കുക. അതിലൂടെ ഒരു മാറ്റം വന്നാൽ നമ്മളുടെ ഈ മുരടിച്ച വികസനം മാറ്റി നല്ലൊരു വികസന നെയ്യാറ്റിൻകരയെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ ഈ മീഡിയയിൽ ഇത്രയും സമയം വന്ന് സംസാരിക്കാൻ തന്ന ഈ അവസരത്തിന് നിങ്ങളോട് നന്ദി പറയുന്നു. നന്ദി, നമസ്തേ. അടിയന്തരാവസ്ഥക്കാലത്ത് രാംനായിക്കിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് ജനതാ പാർട്ടി വിജയിപ്പിച്ച ശ്രീ S. രാജശേഖരൻ എന്ന് പറയുന്ന ബിസിനസ് സംരംഭകൻ, എല്ലാ വേസ്റ്റ് ലാൻഡിലും വലിയ സ്വർഗങ്ങൾ തീർത്ത താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ ഏകദേശം 29 അല്ലേ, അത്രയും വോട്ട് കിട്ടി, 29,000-ലധികം വോട്ട് കിട്ടി. തൊട്ട് മുമ്പേ ഒരു ബൈ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും രാജഗോപാൽജിയുടെ മത്സരിച്ചപ്പോൾ 30,000-ലധികം വോട്ടായിരുന്നു ബൈ ഇലക്ഷൻ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിന് ശേഷം ഇപ്രാവശ്യം താങ്കൾ റോഡ് ഷോയ്ക്ക് മുൻപേ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ തവണ മത്സരിച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചിരുന്നു ഇനി ഞാൻ മത്സര രംഗത്തേക്കില്ല. അതിന് താങ്കൾ തന്നെ ആ പറച്ചിലില്ല, പ്രസംഗത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തിയിരുന്നു. അതായത് അന്നത്തെ ഇവിടുത്തെ സംവിധാനത്തെക്കുറിച്ച് എനിക്കത്ര തൃപ്തി തോന്നിയില്ല, പക്ഷേ ഇപ്പോൾ ഈ സംവിധാനത്തെക്കുറിച്ച് എനിക്ക് തൃപ്തി തോന്നി. ഈ നടത്തിയ പോലെ ഈ സർവേയൊക്കെ എനിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു ക്ഷണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മത്സരിച്ചതെന്ന്. എന്തു തോന്നുന്നു ഈ പറയുന്ന പുതിയ സിസ്റ്റം താങ്കളെ ഇപ്രാവശ്യം നെയ്യാറ്റിൻകര എന്ന് പറയുന്ന, ഒരുപക്ഷെ മറ്റുള്ള വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഇടത്ത് നിന്ന് സ്വർഗം തീർക്കാൻ തരത്തിൽ ഗുണകരമാകുന്നു? ഞാൻ ഇവിടുത്തെ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അവർ ഒരുമിച്ച് നിന്നാൽ ഇതിനപ്പുറം വേറൊരു പാർട്ടി ഇല്ലാതെ യാഥാർത്ഥ്യമാണ്. ഈഗോ ഒരു പ്രശ്നങ്ങളാണ്, അത് പോയി തട്ടി പറഞ്ഞ് വിളിച്ചാൽ വരാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് ചിലരും സാധിക്കാത്ത, അപ്പം ഇത് നമുക്ക് കാണുമ്പോൾ വലിയ പ്രയാസം തോന്നും. നമ്മളൊരു പാർട്ടി സ്ഥാനത്തിലൊക്കെ നമ്മളവിടെ പോകുമ്പോൾ പാർട്ടി എങ്ങനെ ഇരിക്കണം, ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, എൻ്റെ കൂടെ സംഘത്തിൻ്റെ ഒരു BJPയുടെ RSSൻ്റെ എൻ്റെ ഒരു മുഖ്യ ആൾ കേട്ടു, ഞാൻ ജനം ടിയുടെ MD ആണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സെൻട്രലിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഒരു ആളായിട്ട് നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പറ്റില്ല, ബോംബെ കേരള സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്, ഒരുപാട് അതിനിടയിൽ ബിസിനസ്സും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ രാജശേഖരനെ കൊണ്ട് പറ്റുമെന്ന് കേട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളാ കേരളം എനിക്ക് താ, ഞാൻ കേരളത്തിന് എങ്ങനെ ആക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു BJPയുടെ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരൻ, ഇത്രയും സെൻട്രൽ മിനിസ്റ്ററായിരുന്നതിന് ശേഷം അദ്ദേഹം ഒരു ചാലഞ്ചായിട്ട് എടുത്ത് എൻ്റെ കേരളത്തിനെ മാറ്റണം, വ്യവസായങ്ങൾ കൊണ്ടുവരണം, ഈ നാട് വിട്ടാരും പോകരുത്, തൊഴിലവസരം കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യരോ അദ്ദേഹത്തിൻ്റെ വേറെ ഒന്നും നോക്കരുത്, യാഥാ മനുഷ്യരായിട്ടുള്ള ആർക്കും എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് തോന്നിപ്പോകുന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് ഇന്നത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി എൻ്റെ കൂടെ കണ്ടു, എൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോയി, അങ്ങ് നല്ല ഫ്രണ്ടാണ്, അപ്പം പറഞ്ഞ് കൂടെ നിൽക്കണം, പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും നിൽക്കാമെന്ന് തീർച്ചപ്പെടുത്തിയതൊക്കെ. ഒരു സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്, സിസ്റ്റമാണ്. അതേപോലെ നെയ്യാറ്റിൻകര ഇപ്പം നല്ലൊരു സിസ്റ്റമാണ്. എല്ലാവരും വിളിച്ചിട്ട് ഇലക്ഷൻ വന്നപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അവരിങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ വാ,
ഞങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്, റെഡിയാണ്. ഞാനും ഭയന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട്, കാരണം ഇതിന് മുമ്പേ പോയപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരേ സിസ്റ്റം സെറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, അവരൊക്കെ മാറി, അവരെല്ലാം ഒരു യുണൈറ്റഡ് ആയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു സന്തോഷമാണ്. അല്ലാതെ ഒരു കുറവുമില്ല. നമ്മളെ രക്തത്തിൽ അത് മാത്രമേ ഉള്ളൂ. നാട്ടിൻ്റെ വികസനം മാത്രമാണ്, നാട്ടിൻ്റെ നന്മയും. എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് എൻ്റെ കൊച്ചിലെ കൂടെ ഒന്നിച്ചൊക്കെ പഠിച്ചവരൊക്കെയാണ്. അതിൽ ചെങ്കൽ സ്വാമിയും കൂടെ വരും. ചെങ്കൽ സ്വാമിയൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിച്ചതാണ്. അദ്ദേഹമൊക്കെ ഒരു അവതാരമാണ്. നമ്മൾ ഇന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹമൊക്കെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരു ഹിന്ദുവായിട്ട് ജനിച്ച് വീട്ടിൽ പൊടിച്ചു വന്ന ഒരു പുറ്റ്, അതൊരു ക്ഷേത്രം. അദ്ദേഹം ജഡയുമായിട്ടാണ് ജനിച്ചതും. ഞങ്ങൾ അടുത്തടുത്ത് ജഡയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മണവും അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ വലിച്ച് അങ്ങനെയൊക്കെ വളർന്നവരാണ്. അദ്ദേഹം കൊച്ചിലെ ജനിക്കുമ്പോഴേ നോൺ വെജ് കഴിക്കാതെയും പൂജയും കാര്യമൊക്കെ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യണമെന്നുണ്ടാക്കിയതൊരു മഹാക്ഷേത്രം അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ അദ്ദേഹത്തിനായിട്ട് ദൈവമായിട്ട് നമ്മൾ കലിയുഗത്തിൽ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ജന്മം കൊള്ളും എന്നുള്ളത് നമ്മൾ ഗീതയിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം നാട്ടിൽ ഞാൻ കാണുന്ന ഒന്നാണ്. അപ്പം നമ്മളൊക്കെ അതിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ശാന്തിയും സമാധാനവും ഒരുപാട് തൊഴിലും ടൂറിസവും ഒക്കെ അവിടെ ഡെവലപ്പ് ആവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് ചെങ്കലെന്ന് പറയുവാൻ സാധിക്കുന്നത് തന്നെ ഇത് സ്കൂളും ആ ക്ഷേത്രവും കൂടെ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടിൻ്റെ മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ആദ്യം ചെങ്കലിൽ ഇലക്ഷൻ, കാരണം ഇലക്ഷന് നിൽക്കുക എന്നുള്ള എൻ്റെ പരിപാടിയല്ല. ഇലക്ഷന് വേണ്ടി ഞാൻ ഇത്രയും വർഷം ഒരാജേട്ടിൻ്റെ പറയാൻ നടന്നിട്ട് ഞാൻ ഒരിക്കലും കാൻഡിഡേറ്റ് ആവണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്കിന്ന് ആരായാലും പ്രവർത്തിക്കണം, അതേ ഉള്ളൂ. പാർട്ടി മാറണം, ജയിക്കണം, പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നിൽക്കേണ്ടി വന്നു, ഞാൻ നിന്നു, അത് നല്ലതായിട്ട് പെർഫോം ചെയ്തു. അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാൻ ഇല്ല, അതിന് വേറെ ആൾക്കാർ വരും പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാറി നിന്നതും. അതിന് അല്ലാതെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം വിജയം എന്ന് പറഞ്ഞ് വെച്ച് 100% നേരത്തെ അഡ്വാൻസ് ആയിട്ടൊക്കെ പറയാം. ഇപ്പോഴും വിജയം തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഞാൻ തുറന്നു പറഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാവുന്നൊരുള്ളിൽ ഉണ്ട്. നിങ്ങൾക്കറിയാം ശംഖുമോ ക്ഷേത്രം എങ്ങനെ ഇരുന്നു, അത് വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളായിരുന്നു. ചുറ്റും അതിരുകളൊക്കെ ഇടിഞ്ഞ് അവിടെ ക്ഷേത്രം ഉള്ളതേ അറിയില്ല. നോരാജഗോപാൽ 2 MP ആയിട്ട് പ്രാവശ്യം മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന് ആ ക്ഷേത്രം അറിയില്ല. അപ്പം ഞാനതിൻ്റെ ചുറ്റുമതിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തറക്കല്ലിടാൻ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടോ, 6 ഏക്കറിൽ കൂടുതൽ സ്ഥലം, അത് വേസ്റ്റൊക്കെ ഇടുന്ന ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ക്ഷേത്രമാണ്. അതല്ലായിരുന്നു. അത് ക്ഷേത്രങ്ങളിലും വിശ്വാസങ്ങളും പള്ളികളിലും ഭാസ്കര ഇതൊക്കെ ആയാലും ഈ ആൾക്കാർ കൂടാതെയും അടഞ്ഞു കിടന്ന അതൊരു ശാപം പോലെ നെഗറ്റീവൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ അമ്മ ഒരിക്കൽ പോയി കണ്ടിട്ട് പറഞ്ഞ് ഈ ക്ഷേത്രം ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ളപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇന്നത്തെ മിനിസ്റ്ററായിരുന്ന അദ്ദേഹം അവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചതാണ്, ഞാൻ കുറ്റമല്ല പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു കല്യാണം ഉണ്ട്, 6 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷം അത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു, എനിക്ക് ചെയ്യാൻ സമ്മതിക്കുമോ, ദേവസ്വത്തിൻ്റെ ആണല്ലോ, അത് അങ്ങനെ തന്നു, പെർമിഷൻ തന്നു. ഞാൻ 2 വർഷം അതിനെ മറച്ചു വെച്ചിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ, സാധാരണ ആർട്ടിസ്റ്റുകൾ അവരൊക്കെയാണ് ഇപ്പോൾ ചെങ്കൽ ശിവക്ഷേത്രത്തിലും ഒക്കെ ആർട്ടൊക്കെ ചെയ്തത്. അവരെ വെച്ചാണ് ഫുള്ളായിട്ട് ഞാൻ 2 വർഷം ചെയ്തത്. ഇതിനിടയിൽ നോട്ട് ബന്ദി വന്നു, പൈസ ഇല്ലാതായി, പ്രയാസമാണ്, ബിസിനസ്സും ഒക്കെ കുറഞ്ഞു. എപ്പോഴും ഞാനത് നിർത്തി വെച്ചില്ല. എൻ്റെ അക്കൗണ്ട്സിൽ ആൾക്കാരോട് പറഞ്ഞു, എന്തെങ്കിലും നിർത്തി വെച്ചാലും വേണ്ടില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യണം, എൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെ ഏറ്റവും നല്ലൊരു മാതൃകാപരം ഇപ്പോൾ ക്ഷേത്രം ഇങ്ങനെ ഇരിക്കണം എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാനത് ചെയ്തത്. അതിനുശേഷമാണ് പാളയം, ഞാൻ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അതില്ലായിരുന്നു. ഇപ്പോൾ 9 സെൻറ്റേ ഉള്ളൂ, 90 സെൻറ്റ് ഉണ്ടായിരുന്നതാണ്, അതിൽ 9 സെൻറ്റേ ഉള്ളൂ. അതിൻ്റെ ചരിത്രം വേറെയാണ്. ആ ക്ഷേത്രത്തിന് വന്നതിന് ശേഷം ആണ് ആ മോസ്കും ചർച്ചും ഒക്കെ വന്നത്. പക്ഷേ ആ സ്ഥലത്തിൽ പലരും കയ്യേറി ദേവസ്വത്തിലാണല്ലോ. പക്ഷെ ശബരിമലയിലെ സ്വർണം പോലും ഇത്രയും ആൾക്കാർ മുമ്പേ ഇരിക്കുന്ന ഡോറിൻ്റെ ഒക്കെ അല്ലേ പൊളിച്ച് എടുത്തും വിൽക്കുകയൊക്കെ, അതൊക്കെ വിൽക്കുമ്പോൾ പിന്നെ ഇത് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ള ക്ഷേത്രത്തിനാണ് പെർമിഷൻ മേടിച്ച് ഞാൻ 2 വർഷം കൊണ്ട് അതിൻ്റെ മാതൃ. അതേപോലെയാണ് 9 സെൻറ്റിലാണ് ഗണപതി ക്ഷേത്രം. എൻ്റെ ബോംബെയിലെ ലാൽബാക്കി രാജ എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയുള്ള ഗണപതിയെ അവരെ വെച്ച് തന്നെ ചെയ്യിച്ചാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചതൊക്കെയാണ്. 9 സെൻറ്റിൽ ക്ഷേത്രം എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് പോയാൽ കാണാം. ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ കാല് നനയുന്ന രീതിയിൽ വെള്ളം വരും. അതിൻ്റെ മുകളിൽ കയറിയാൽ നമ്മളെ
ടോയ്ലറ്റ് സൗകര്യം, ടോയ്ലറ്റ് കമ്പൾസറിയാണ്. അശുദ്ധമൊന്നുമല്ല ക്ഷേത്രം. മുമ്പെയൊക്കെ പറയും, ഞാൻ കേട്ടു. അവിടെയും പറഞ്ഞു ഇവിടെ സ്ഥലമില്ല. ഞാൻ പറഞ്ഞില്ല. ആ തന്ത്രിയെ വിളിച്ച് കേട്ടു, നിങ്ങളൊരു പാർട്ടീഷൻ ചെയ്യാം. ഞാൻ അതാ പറഞ്ഞ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ട്. ആ പ്രോബ്ലം ഞാൻ പാർട്ടീഷൻ ചെയ്യാം. പാർട്ടീഷൻ അപ്പുറത്തായിരിക്കും ടോയ്ലറ്റ്. ലേഡീസിന് ജെൻസിന് നല്ല രീതിയിൽ 2 ടോയ്ലറ്റും കയ്യും കാലും കഴുകേണ്ട സ്ഥലത്തും, പിന്നെ നടപ്പള്ളി എന്ന് പറയുന്ന നമ്മളെ ഭക്ഷണം വയ്ക്കുന്നതെല്ലാം നല്ല ടൈലും വാഷ് ബേസിനും വാഷിംഗ് സൗകര്യങ്ങളും ഫാനും. ഇന്ന് അടുത്ത പൂജാരിയൊക്കെ അതിനകത്താണ് ഉറങ്ങുന്നത്. മുമ്പ് അവരൊക്കെ ഇരിക്കാൻ പോലും സൗകര്യമില്ല. അത്രയും ചെറുതിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ സൗകര്യം ചെയ്തു എന്നുള്ളതാണ്. പള്ളിയോ ക്ഷേത്രത്തിൻ്റെ ചുമരിൽ കൂടെയാണ് പള്ളിയുടെ ചുമരിയിരിക്കുന്നത്. ഞാനതിനെ എതിർക്കാനും പറയാനൊന്നും പോയിട്ടില്ല. ഞാൻ അതിൻ്റെ മുകളിൽ ഉള്ള സ്ഥലത്ത് തന്നെ ഗണപതിയുടെ പല രൂപങ്ങളും അവിടെ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ ചെയ്തു വെച്ചു. ഇപ്പോൾ ആ 9 സെൻറ്റിലിരിക്കുന്ന ഗണപതി ക്ഷേത്രം ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, സമർപ്പിക്കുമ്പോൾ ദേവസ്വത്തിൻ്റെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ ഇരിക്കണം. കാരണം മിനിമം സ്ഥലമുള്ള ഇതായിരുന്നു. അതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം കമ്പൾസറിയാണ്. ഒരു പ്രായമായ ആൾക്കാർ ആണ് ക്ഷേത്രത്തിൽ വരുന്നത്. അവരുടെ കഷ്ടപ്പാടും ദുഃഖവും പറയും. അവർക്കൊന്നും കൂടുതൽ സമയം യൂറിനൊന്നും നിർത്തിവെക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് അവിടെ പോയാൽ അത് അശുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന തെറ്റാണ്. അത് ഞാൻ അവിടെ മാറ്റിച്ചു. എന്നിട്ട് ദേവസ്വം പ്രസിഡന്റോട് റിക്വസ്റ്റ് ചെയ്തു പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ചെയ്യണേ. ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ആദ്യം അവിടുത്തെ ടോയ്ലറ്റിൽ പോകണം, അവിടെ എങ്ങനെ ഇരിക്കണമെന്നുള്ള ക്ലീൻ ചെയ്യണം. ഇതങ്ങനെയല്ലേ. ഇത് പ്രസിഡന്റിനുള്ള സീറ്റൊക്കെ തയ്യാറാക്കി വെച്ച് അവർക്കൊരു പ്രത്യേകിച്ച് ഒരു ടോയ്ലറ്റും വെച്ച് അതിനെ പൂട്ടി വെച്ച് ഇത് തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിനൊരു മാതൃകയായിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു എന്നുള്ളത് നിങ്ങളവിടെ പോയാൽ ഞാൻ കാണും. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ സാധിക്കും. അത് ചെയ്യുമ്പോൾ വന്നിരുമ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് ക്ഷേത്രം, നമ്മൾ ഈ ഭീമാപള്ളി, നമ്മളെ വെട്ടുകാട് പള്ളി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു ഏറ്റവും നല്ലൊരു ടെമ്പിൾ ടൂറിസം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഞാൻ തിരുവനന്തപുരം ഒരുപടി കേട്ടതൊക്കെ. അപ്പോൾ അതിൽ നിന്നും കൂടുതൽ നെയ്യാറ്റിൻകരയ്ക്കാണ് വിമൻ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ നെയ്യാറ്റിൻകര എടുത്തതും ഇലക്ഷൻ നിൽക്കാൻ തയ്യാറായത്. തിരുവനന്തപുരം ഒരു ക്ഷേത്ര നഗരമാക്കാൻ താങ്കൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ശംഖുമുഖത്തെ നന്നാക്കി പത്മനാഭപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേണ്ട ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി 9 സെന്റിലെ പഴവങ്ങാടിയെ ഗംഭീരമാക്കി വിൽക്കാൻ ലേലത്തിന് വെച്ചിരുന്ന ഒരു നാട്ടിൻപുറത്തെ സ്കൂളിനെ ഗംഭീരമായ ഒരു വിദ്യാലയമാക്കി. പൊതുവിദ്യാലയങ്ങളെ, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ ഇതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കൈത്താങ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്? ഞാൻ ബോംബെയിൽ 53 വർഷം മുമ്പേ പോയിട്ട് 51 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ പണിയെടുത്ത് അവിടെയൊക്കെയാണ് പണി പഠിച്ചത്. ആ 2 വർഷത്തിൽ കിട്ടിയ ശമ്പളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ശമ്പളമായിട്ട് ഞാൻ വന്ന് എൻ്റെ നാട്ടിൽ 1 മുതൽ 4 വരെ പഠിച്ച ആ സ്കൂളിലാണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ അവരുടെ ഹെഡ് മാസ്റ്ററിൻ്റെ അവിടെ കേട്ടു, ഞാൻ ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് പൊളിച്ച് ചെയ്യട്ടെ എന്ന്. അവർ എന്തോ ചിരിച്ചുകൊണ്ട്, എന്താ പറ്റിയ ടോയ്ലറ്റ്? ഞാൻ പറഞ്ഞു, ആ ടോയ്ലറ്റ് ഞങ്ങൾ കൊച്ചിയിലേ പോയപ്പോൾ ഒരു ചുമരാണ്, അതിൽ സൈഡിലൊരു ഓട ചെയ്തിട്ടുണ്ട്. ആ ഓടയിൽ ഈ കുട്ടികളെല്ലാം ജെൻസിൻ്റെ സ്കൂളാണ്, എല്ലാവരും യൂറിൻ പാസ് ചെയ്യും. അതെല്ലാം അങ്ങനെ കെട്ടി നിൽക്കും. പിറ്റേ ദിവസം ഭയങ്കര ഗ്യാസാണ്. അതിൻ്റെ മുകളിൽ കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇടും. ഞങ്ങൾ അതിനകത്ത് കയറുമ്പോൾ കണ്ണിലും കണ്ണീരും ശ്വാസം മുട്ടലും വന്നു. നമ്മൾ ഫീൽ ചെയ്താൽ അതിപ്പോഴും ഉണ്ട് മൈൻഡിൽ. അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം അവിടെ എങ്ങനെ ടോയ്ലറ്റ് ചെയ്യണം. അതിനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇത് നമ്മളെ മുനിസിപ്പാലിറ്റിയുടെയാണ്, ഇത് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് ഡൈനിങ് എൻ്റെ പെർമിഷനുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, പൈസ ഉണ്ടായിട്ടല്ല, എൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ സ്കൂളിൽ 3 പ്രാവശ്യം ഹെഡ് മാസ്റ്റർ മാറിയപ്പോഴും എപ്പോഴും ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ പോയി മാറ്റാൻ നോക്കി. ഇല്ല, എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴെന്തോആണ് അവർ അതിനെ പൊട്ടിച്ച് മാറ്റിയെന്നുള്ളത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ലേലം ചെയ്ത സ്കൂള്. എൻ്റെ ഇപ്പോഴത്തെ സ്കൂളെന്ന് പറയുമ്പോൾ 5 സ്റ്റാർ കണക്കിനുള്ള ടോയ്ലറ്റ് എൻ്റെ സ്കൂളിൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. 4 സ്കൂളും പിന്നെ സ്റ്റാഫിൻ്റെ റൂമും കഴിഞ്ഞാൽ അവർക്ക് 25 യൂണിലും ഇതുമായിട്ടാണ് ഓരോരോ വിങ്ങായിട്ട് എനിക്ക് ഓരോരോ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും. ആവശ്യത്തിനുള്ള എല്ലാം
ഡ്രിങ്കിങ് വാട്ടറും അവിടെ ഒരു കുട്ടികൾക്ക് ഇന്ന് വരെ പനി പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. വാസ്തുപ്രകാരമാണ് ആ സ്കൂൾ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ഇല്ലായെങ്കിലും നല്ല എയർ സർക്കുലേഷൻ കൂടെ ചെയ്ത് വെട്ടുകല്ല് വെച്ചിട്ടാണൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു സാധാരണ ഒരു നാട്ടിലെ ഒരു ഹോട്ടൽ ബിസിനസ് ജോലിക്കാരനായിട്ടൊരു തൊഴിൽ സ്ഥാപനം സ്ഥാപിച്ച് ആ പൈസ കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഗവൺമെൻറ്റിനുള്ള ഇത്രയും സോഴ്സ് അയച്ച് ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ബിജെപിക്ക് കേരളത്തിൽ ശക്തമായിട്ട് ഇനിയും ഉയരാൻ സാധിക്കുമെന്നുള്ളത് ഒരുപാട് ലക്ഷണങ്ങൾ കാണുന്നു. 80-ൽ BJP ഉണ്ടായിരുന്നു, പക്ഷേ 84-ൽ തിരുവനന്തപുരത്ത് നിയമസഭാ ഇലക്ഷനിൽ പോലും നല്ല വരവറിയിച്ചവരാണ് അന്ന് ഹിന്ദു മുന്നണിയാണ്. പിന്നീട് പാർലമെന്റിൽ ഹിന്ദു മുന്നണി വന്നപ്പോഴത്തേക്കും ധർമ്മ ജനചേട്ട അദ്ദേഹത്തിന്റെ പേര് കേരളവർമ്മ, അദ്ദേഹം 1 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു. പക്ഷേ കേന്ദ്ര പദ്ധതികൾ ഇത്രയും ജനോപകാരപ്രദമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും താഴെത്തട്ടിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്തേക്ക് ഇത് ശരിയായി എത്തുന്നില്ല എന്നൊരു വലിയ ആക്ഷേപമുണ്ട്. ഒരു 100 പേരെ നമ്മളെടുത്ത് ഏത് പാർട്ടിയോടാണ്, ഏത് പാർട്ടിയുടെ പ്രവർത്തനത്തെയാണ് നിങ്ങൾ അനുകൂലിക്കുന്നത് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൽ 40 പേര് ഒരുപക്ഷെ BJP എന്ന് പറയുമെങ്കിൽ ഈ 40 പേരും BJPക്ക് വോട്ട് ചെയ്യണമെന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു മറുവശം. ഈ പദ്ധതികളെ കൃത്യമായി താഴെത്തട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം, അതിൽ വലിയൊരു വീഴ്ചയുണ്ട്, വലിയൊരു അപാകതയുണ്ട് എന്ന് പറയുന്നതാണ്. ജനങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം, ഞാൻ 45 വർഷം മുമ്പേ ഞാൻ ബോംബെയിൽ ഒരു ജീപ്പ് മേടിച്ചു. അപ്പോൾ അതിൻ്റെ പേപ്പർ ഇല്ല, ബുക്ക് പേപ്പർ ഇല്ല. അത് അന്വേഷിച്ചപ്പോൾ അവിടെ ഗുജറാത്തിലുള്ള കച്ച് എന്ന സ്ഥലത്താണ് അയാളുടെ അഡ്രസ്സ് കിട്ടിയത്. ഞാൻ കച്ചിലേക്ക് പോയി, അഹമ്മദാബാദിൽ നിന്ന് കച്ച് പോയി. കച്ചിൻ്റെ അവിടെ പോയിട്ട് ചൂട് സമയമായിരുന്നു. ഒരു ലോഡ്ജ് എടുത്തു, റൂം എടുത്തു. സത്യത്തിൽ അവിടെ ഉറങ്ങാൻ പറ്റിയില്ല, അത്രയ്ക്ക് ചൂട്, കാറ്റ്, ഫാൻ കാറ്റുമാണ്. വെള്ളം കുടിച്ചു, മറ്റേ ഉപ്പുള്ള കട്ടിയുള്ള കിണറ്റിൽ വെള്ളമാണ്. വയറെല്ലാം ഫില്ലായതല്ലാതെ ദാഹമൊന്നും മാറിയില്ല. എന്നതിന് ശേഷം ഞാൻ കാലത്തെ കാപ്പി കുടിക്കാൻ പോയപ്പം അവരുടെ ഈ പാപ്പടിയും കഴുതയുള്ള അതും ഈ ചായയൊക്കെ കഴിക്കുമെന്ന് മുന്നേ പറ്റിയില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ടാക്സി എടുത്ത് അഹമ്മദാബാദിൽ വന്ന് ഞാനത് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ തിരിച്ചു വന്നു. ആ കച്ചിൽ ഇന്ന് ഏറ്റവും വലിയ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഏറ്റവും വാട്ടർഫോൾസാണ്. വെള്ളമില്ലാത്ത സ്ഥലത്ത് ഏറ്റവും വലിയ വാട്ടർഫോൾസ് ഗുജറാത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതല്ല. ഗുജറാത്തിൽ എന്നെയും അത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ മോദിജി എന്നെ ഗുജറാത്തിലേക്ക് വിളിച്ചു. എൻ്റെ കൂടെ കണ്ടിട്ട് പറഞ്ഞു, ആ बम्बई में से जाके क्यों दिमाग खराब कर रहा है आप केरला में जाके, उधर कुछ करने को मिलेगा नहीं, ഇവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യാൻ വിടില്ല, ആ ഗുജറാത്ത് മേ ആവോ ഹം സബ് കുച്ച് ദേംഗെ. അപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവിടെ എല്ലാം കിട്ടും, അവിടെ വരാൻ ആൾക്കാരും കാണും, ഇവിടെ ഒന്നും കിട്ടില്ല, പക്ഷേ ഇവിടെയാണ് എനിക്ക് വേണ്ടത്. അന്ന് അദ്ദേഹം എന്തോ ചിരിച്ചുകൊണ്ട് എന്നെ തോളിത്തട്ടി. എന്നതിന് ശേഷം 2014 ലാസ്റ്റ് ഇലക്ഷൻ്റെ ഫംഗ്ഷൻ ശംഖുമോഹൻ ബീച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് രാത്രി ടയേർഡായിട്ട് അദ്ദേഹം എൻ്റെ ശംഖുമോഹത്തെ ഹോട്ടൽ ഉദയ സ്വീറ്റ്സിൽ വന്നു. ഞങ്ങളൊരു റൂമിലിരുന്ന് ചായയും കൊടുത്തു, അദ്ദേഹത്തിൻ്റെ സ്നാക്സും ഡോക്ലയൊക്കെ കഴിച്ചിട്ടുണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, എല്ലാ സ്റ്റേറ്റുകളിലും മാറി സെൻട്രലിൻ്റെ മാക്സിമം സ്കീമുകളും വില്ലേജിന് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ കുളങ്ങളെല്ലാം നിവന്ന് കിടക്കുന്നത്, അത് തണ്ണീർത്തടം സംരക്ഷിക്കേണ്ട ഒരുപാട് ഫണ്ട് എത്ര കൊണ്ടാലും നമുക്ക് കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് അപ്ലൈ ചെയ്യണം. ജല മിഷൻ്റെ പദ്ധതിയിൽ ഇപ്പം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പൈസ വന്നപ്പോൾ അത് കോൺട്രാക്റ്റ് കൊടുത്ത് റോഡുകളെല്ലാം പൊളിച്ച് പൈപ്പ് ഇട്ടു. പക്ഷേ അതിനെ നിവർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അത് ഇന്നും പൊളിഞ്ഞ് തന്നെ കിടക്കുകയാണ്. അതിലൂടെ നല്ല റോഡിൽ സൈഡെല്ലാം ഇപ്പം പൊളി. എന്നിട്ട് അവർ പറയും ഇത് സെൻട്രൽ ഗവൺമെൻറ് പണിയാണ്, അവർ പൈപ്പ് കൊണ്ടിട്ടതാണ്. ഇങ്ങനെ നാട്ടുകാരും ജനങ്ങൾ പറയുക പറ്റിക്കുക എന്നത് വളരെ തെറ്റാണ്. ഒരു വികസനം ഇവിടെ കൊണ്ടുവരില്ല. കാരണം വികസനം വന്നാൽ എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഇവർ ലോൺ മാത്രം എടുക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പോകുന്നതിനപ്പുറം ഒരു പദ്ധതിയെല്ലാം കൊണ്ടുവരില്ല. പക്ഷേ ഈ നെയ്യാറ്റിൻകര വിട്ട് പാറശാലയിൽ എന്നെ ഇലക്ഷന് വേണ്ടി അവരെല്ലാം ഓഫർ ചെയ്തു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റഡി ചെയ്തു. അപ്പം നോക്കിയപ്പോൾ ഒരിക്കൽ ഞാൻ അവിടുത്തെ MLA ഡൽഹിയിൽ കണ്ടായിരുന്നു. ഒരിക്കൽ തണുപ്പ് സമയമാണോ, അദ്ദേഹത്തിന് തണുപ്പ് ശരിയാവില്ല, അസുഖം. അദ്ദേഹം ഫുള്ളായിട്ട് ബോഡിയിൽ മറ്റേ റോപ്പ് ഇങ്ങനെ തുണിയൊക്കെ ചുറ്റി മുഖമൊക്കെ ചുറ്റി കണ്ണു മാത്രമേ കാണൂ. എൻ്റെ അടുത്ത് രാജശേഖരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയന്നു, ഇത് ആരാണ് വരുന്നത്.
എന്നിട്ട് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഊരി കാണിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു GK സാറ് ഇവിടെ എങ്ങനെ വന്ന് MLA എന്ന് പറഞ്ഞു ഇല്ല സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പേപ്പർ റെഡിയാക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അത് റെഡിയാക്കി അവിടെ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരു രാഷ്ട്രീയമല്ല പറയും, നമ്മൾ ചെയ്യുന്നവരെ ചെയ്ത് നല്ലതെന്ന് തന്നെ പറയും. ഒരിക്കലും നമ്മൾ ഒരു രീതിയിലും വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയും പറയില്ല. അതാണ്. പക്ഷെ നെയ്യാറ്റിൻകര വെച്ച് നോക്കും, നെയ്യാറ്റിൻകര വെച്ച് നിൽക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ നാട്ടിലൊരു ക്ഷേത്രം ഞാൻ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഉദ്ഘാടനം ഗവർണർ വെച്ചാണ് ചെയ്യാൻ. എൻ്റെ അങ്ങോട്ട് വരേണ്ട റോഡ് കുറച്ചൊരു കിലോമീറ്റർ റോഡുണ്ട്, പക്ഷേ എൻ്റെ ഓടയും എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ MLAയും കൂടെ വിളിച്ചു, ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വരണം. അദ്ദേഹത്തിൻ്റെയും പേര് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തു, ഇത്രയും റോഡൊന്ന് പേച്ചു, കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ആ സ്ഥലങ്ങളിലാണ് വോട്ടിൻ്റെ കൗണ്ടിങ് വരുമ്പോൾ നമ്മൾ പറയെ പോകുന്നത്. ഇന്ന് തുടങ്ങിയതല്ല, പല വർഷങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിലാണ് ഒരു മാറ്റം വരേണ്ടത്. ആ മാറ്റം ഇപ്പോഴും വരുന്നു. ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരിൽ യങ്സ്റ്റേഴ്സിൽ ഈ സ്ഥലങ്ങളിൽ ഞാൻ ഇലക്ഷന് പോകുമ്പോൾ അവർ പറയുന്നത് നമുക്ക് മാറ്റണം, നമ്മളേതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും BJP ഒരു ജാതി മതത്തിനെതിരല്ല. ഇതാണ് സത്യം. ഈ 10 വർഷം കഴിഞ്ഞ 10 വർഷത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വികസനം നടന്നതെന്നാണ് LDF അവകാശപ്പെടുന്നത്. BJPയുടെ പക്ഷേ എങ്ങനെ കാണുന്നത്? അത് നിങ്ങൾ കാണുന്നത് തന്നെ ഞാൻ കാണും. നിങ്ങൾക്കിത് കാണുന്നത് നിങ്ങളെ പബ്ലിസിറ്റിയൊക്കെ കാണുമ്പോൾ നമുക്ക് അതുകൊണ്ടൊന്നും നമുക്ക് ശരിയാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോളനി ഞാൻ പോയി കണ്ടു എന്നുള്ളത്. ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിനപ്പുറമാണ്. ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ, ടിൻഷീറ്റിൻ്റെ താഴെ പട്ടിണിയും കഷ്ടപ്പെട്ടും പകുതി 50-40 വയസ്സിലെല്ലാം മരിച്ചു പോകുന്ന ആ കോളനിയാണ് ഇന്നും കിടക്കുക. ദയനീയമായ അവസ്ഥയിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അതിനെ സന്ദർശിച്ചോ? അതിനുവേണ്ടി എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്? ആ കോളനിയിൽ ആ സ്ഥലങ്ങളെല്ലാം ഇപ്പം ഡെവലപ്പ് ചെയ്യുന്നു. ഇതേപോലെ ഇതിൽ നിന്നും കൂടുതൽ കഷ്ടപ്പാടുകൊണ്ടാണ് BR UP ഒക്കെ. പിന്നെ ബോംബെയിലൊക്കെ ഈ ഡ്രൈവറായിട്ടും സെക്യൂരിറ്റി ആയിട്ടൊക്കെ വന്ന UP BR നിന്നൊക്കെയാണ് നല്ല കുക്കുകൾ. ഇപ്പോൾ ആരും വരുന്നില്ല. ഞാൻ അവരൊക്കെ വിളിച്ചു, ഞാൻ കേട്ടു. അപ്പോഴും പറയാം, നമുക്കെല്ലാം ഇവിടെ തൊഴിലവസരമുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം അവിടെ കിട്ടുന്നു. അതുകൊണ്ട് ഇപ്പം വരുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇന്നിവിടെ അവിടങ്ങളിലൊക്കെ ഇവിടെ ഇവൻ പിന്നെ തമിഴ്നാട്ടിൽ പോലും തെലുങ്കുവിലൊക്കെ നമ്മളെ ബോംബെയിൽ ഈ ഹോട്ടൽ ഹെൽപ്പറായിട്ടൊക്കെ പലരും വരുവാണ്. ഇപ്പം ആരും വരുന്നില്ല. അവിടെയൊക്കെ പണി എന്ന് പറഞ്ഞ രീതിയിൽ വൻ വിജയമാണ്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ അഥവാ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ സാറിൻ്റെ നില എവിടെയാണ് എന്ന് സാർ വിലയിരുത്തിയിട്ടുണ്ടോ? അത് ഇവിടെ ഗുണം ചെയ്യുമോ ഈ നമ്മുടെ? ഞാൻ ബിസിനസ്സുകാരൻ എന്നായിട്ട് ചെയ്തത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ പൈസ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ എനിക്ക് ബോംബെയിൽ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാകും. ഈ നാട്ടിൽ തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബിസിനസ്സുകാരൻ. ഞാൻ എൻ്റെ ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടൽ ഉദയസമുദ്രം ആദ്യം 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് ഒരു മാസം എൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള പാത്രം കഴുകുന്നവൾ സെക്യൂരിറ്റി മുതൽ അവിടുത്തെ മാനേജർ വരെയുള്ള അവരുടെ ഫാമിലിയല്ല ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. നിങ്ങളൊന്ന് അറിയണം. ഞാൻ പറഞ്ഞു അവർക്കാണ് ആദ്യം അവകാശം. അവരുടെയൊക്കെ ഫാമിലി വന്ന് വെളിയിൽ നിൽക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലാണ്, ഇതിൻ്റെ അകത്ത് എങ്ങനെ താമസിക്കും, എങ്ങനെയുള്ള ഫുഡ് കിട്ടും. ഞാൻ 2 ദിവസം അവർക്ക് ഫ്രീ ആയിട്ട്, ഈവൻ BR നിന്ന് പോലും ആൾക്കാർ ബംഗാളിൽ നിന്നും അവരുടെ അമ്മൂമ്മ അപ്പൂപ്പനെയൊക്കെ കൊണ്ടുവന്ന് 2 ദിവസം അവരെ താമസിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഈ വരുന്ന ഗസ്റ്റ് അവരിൽ ചെരുപ്പ് കാണില്ലായിരിക്കാം, കീറിയ ഡ്രസ്സായിരിക്കും, എന്നാലും നമ്മൾ അവരെ അതിഥിയെ പോലെ വിഷ് ചെയ്ത് സല്യൂട്ട് ചെയ്ത് സെക്യൂരിറ്റി വിഷ് ചെയ്ത് തന്നെയാണ് ഞാൻ സ്വയം നിന്നാണ് അവരെയൊക്കെ ഞാൻ സ്വീകരിച്ചതും എല്ലാം. അവർക്ക് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹോട്ടൽ 5 സ്റ്റാറായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. എൻ്റെ ഹോട്ടലിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ പബ്ലിക്കായിട്ടൊന്നുമല്ല, ഞാൻ എവിടെയാണോ ജോലി ചെയ്തിരുന്നത് അതിൻ്റെ ഓണറെ കൊണ്ടുവന്നിട്ടാണ്, അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ രജിസ്റ്ററിൽ പേര് ഫില്ല് ചെയ്ത് ആദ്യത്തെ കീ കൊടുത്ത് ഞാൻ ഇനോഗ്രേഷൻ ചെയ്തു. അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന മനുഷ്യത്വമാണ്. ഈ ഫ്ലഡ് വന്നപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികൾ കളക്ട് ചെയ്ത് 4 വീടാണ് നമ്മൾ വെച്ചു കൊടുത്തത്. ഇന്ന് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന മാക്സിമം ആൾക്കാർക്കും വീടുകളുണ്ട്. ആരും വീടില്ലാത്തവരും ഇല്ല. അതിലൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണം. അതൊക്കെയാണ് രാഷ്ട്രീയം. അല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞു വെച്ചാൽ ആരെങ്കിലും അസഭ്യം വിളിക്കാനോ ആരെങ്കിലും കുറ്റം പറയാനോ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു ഈ ഗവൺമെൻറ് അങ്ങനെയൊന്നുമല്ല. ഒന്നും ഇല്ലാത്തതിന് എല്ലാം തന്നെ പറയണം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും, എൻ്റെ തെറ്റാണ്, ഞാനത് അല്ല, ഞാൻ ആർഗ്യൂ ചെയ്യാൻ പോവില്ല. എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ടവരും ഉണ്ട്.
ആരും ഞാൻ മാറ്റി നിർത്തിട്ടില്ല. അതാണ് രാഷ്ട്രീയം. നാട്ടുകാർക്ക് ആഹാരം കഴിക്കുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളിൻ്റെ കൂടി ഞാൻ ആദ്യം കേൾക്കും, നീ കഴിക്കുന്നു, ഇല്ലെങ്കിൽ അവർ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തു. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എൻ്റെ സ്റ്റാഫുകളെല്ലാം സമയം ആഹാരം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നമ്മൾ കഴിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ സൗകര്യമായിട്ട് ജീവിക്കുക എന്നല്ല. എൻ്റെ അമ്മ ഒരിക്കൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരുപാട് വർഷം ഇല്ലായിരുന്നുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഉമ്മ പറഞ്ഞു, ഒരു നേരം നീ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എൻ്റെ അടുത്ത് വന്ന് കഴിക്കുന്നത്. ശംഖുമുഖത്താണ് അമ്മ താമസം. ഞാനങ്ങനെ പോയപ്പോൾ ഒരു ദിവസം 4 മണി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞപ്പോൾ അമ്മ ഭയങ്കര സീരിയസ് ആയിരുന്നു. എനിക്കറിയാം ലേറ്റായതുകൊണ്ടായിരിക്കും, അങ്ങനെയല്ല. അപ്പോൾ അമ്മ പോയിട്ട് തൊട്ടടുത്ത ഉദയ സ്വീറ്റ്സ് ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ കൂടെയൊക്കെ കേട്ടു, ഇവിടെ വരുന്നോ, അവർ ഭക്ഷണം കഴിക്കണം, അവിടെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് വിശന്നിട്ടാണ്. അതാണ് ദേഷ്യം. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കാ, നീ ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ആളുകൾക്ക് കിടക്കേണ്ട, ഇത് ദൈവം നിനക്ക് വിധിച്ചിട്ടില്ലേ? അമ്മ എൻ്റെ കൂടി കേട്ടതാ, കരഞ്ഞുകൊണ്ട്. അത് കേട്ടത് വിജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന 5 പ്രധാന പദ്ധതികൾ. 5 അല്ല 50 കൂടുതലുണ്ട്. എനിക്ക് 5 നേട്ടമൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 3-4 ദിവസം മുമ്പേ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം, നമ്മൾ നേറ്റിങ്കര എന്ന് പറയുമ്പം ആറ്റിൻ്റെ കര ആറുമുതൊക്കെയാണ്. ആ ക്ഷേത്രം ഞാൻ അതിർച്ചോട്ടകത്ത് പോയി അന്ന് തന്നെ ആ ഫംഗ്ഷനിൽ കൂടെ വിളിച്ചു. ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു. 60 വർഷം മുമ്പേ എൻ്റെ അമ്മ കൈപിടിച്ച് കൊണ്ടുവന്ന് ഞങ്ങളവിടെ ബാലയെ കാണാൻ വന്നു. ആ സ്റ്റേജൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഇത്രയും നടന്നു പോയി ചൂട്ടുമായിട്ടൊക്കെ. അവിടെ പോയപ്പോൾ അച്ഛൻ അമ്മയെ കുറച്ച് നേരം വെളിയിലൊക്കെ വെച്ചു. കാരണം ലേറ്റായിട്ട് തനിച്ച് പോയിട്ട് ഇത്രയും വന്നു എന്നുള്ളത് ഇന്ന് ഓർമ്മയാണ്. അന്ന് ഈ ക്ഷേത്രം എങ്ങനെ ഇരുന്നു എന്നുള്ളത് എന്താ ആൾക്കാരും ഐശ്വര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് 60 വർഷം കഴിഞ്ഞിട്ട് ആ ദിവസത്തിൻ്റെ വരുമാനമുള്ളൊരു ക്ഷേത്രമാണ്. എന്താ അതിൻ്റെ സ്ഥിതി? അത് ചുറ്റമ്പലെല്ലാം വിളയിരിക്കുകയാണ്. അവിടെ വരിക്കുന്നതെല്ലാം രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് അതിനകത്ത് ഉപദേശ സമിതി വന്നത്. അത് പാടില്ലാത്തതാണ്. ദേവസ്വത്തിൽ ഫണ്ടുണ്ട്, വരുമാനമുള്ള ക്ഷേത്രം, അവരോട് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള മനസ്സുള്ള ആൾക്കാരില്ല എന്നുള്ള. അതാണ് നമുക്കത് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ചരിത്രം പ്രധാനമാണ്. ചരിത്രം പറയുന്ന സ്ഥലങ്ങളാണ്. ഗുരുദേവൻ ജനിച്ച സ്ഥലമുണ്ട്. നമുക്ക് ഈ ടൂറിസമായിട്ട് ഇവിടെ നാട്ടിനെ കൊണ്ടുവന്ന് കാണിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ചെങ്കൽ ക്ഷേത്രമായാലും പ്ലാത്തങ്കര ചർച്ചുണ്ട്, അത് നല്ലതായിട്ട് നമ്മളെ പുരാതന ചർച്ചാണ്. വലിയ കുളമുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ വില്ലേജും കാണിച്ച് ഒരു ദിവസത്തെ പാക്കേജ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ വില്ലേജിൽ അത് കൊണ്ടുവരുന്നത് കോവളത്തുനിന്ന് ആറ്റിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആറ്റിൽ കൂടെ വന്ന് ഇവിടെ കടവിൽ ഇറക്കി, ഹൗസ് ബോട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി അവരെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റും. എത്രയോ വർഷം മുമ്പേ നമ്മളിവിടെ നിന്ന് കോവളത്തുനിന്ന് തുടങ്ങി ഏതുവരെ പോകുന്ന നമ്മളൊരു ജലമാർഗം ചെയ്യണമല്ലോ. മാറി ഒന്ന് അച്ചുവാനെന്ന് മുതൽ തുടങ്ങിയതല്ലേ. എന്താ ചെയ്തു എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടല്ലേ. അത് പ്രൈവറ്റായിട്ട് എനിക്ക് തരൂ, ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നാട്ടിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യം. ഈ അടഞ്ഞു കിടക്കുന്ന ഈ ഓട്ടോറിക്ഷ ഫാക്ടറി നല്ല കമ്പനിയെ കൊണ്ടുവന്നിട്ട് വേൾഡ് നമ്പർ 1 ആട്ടോ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ സ്കൂട്ടർ, ഇന്ന് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഭയങ്കര ഡിമാൻഡാണ്. ഇന്നത്തെ ഡിമാൻഡ് അനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. അവർക്ക് തൊഴിൽ കൊടുത്താൽ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കഴിവുള്ള ഒരുപാട് വ്യക്തികളുള്ള നാടാണ് ഈ നാട്. ഞാനും ഈ നാട്ടിൽ ജനിച്ചതല്ലേ. ഞാൻ 10 പഠിച്ചതിന് ശേഷം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ പ്രാക്ടിക്കലാണ്. ഞാനിപ്പോൾ ഇവിടെ പോയാലും വെള്ളിൽ പോയാലും ഞാൻ ആദ്യം എൻ്റെ നാടുമായിട്ട് കാണും. എൻ്റെ നാട് അതിൽ നിന്ന് ബെറ്റർ അല്ലേ, ഈ മരമല്ലേ. ഈ ചെറിയ ഇടയ്ക്ക് ഞാൻ അവിടെ എൻ്റെ ഓഫീസിൽ കോവളത്ത് ഒരു ഓഫീസിൽ എൻ്റെ അതിലും കൊണ്ടുവന്ന് ചെറിയൊരു ട്രീ കൊണ്ടുവച്ചിരിക്കും. എന്താ ഒരു ബോൺസായി എത്രയോ പൈസയും കൊടുത്ത് കൊണ്ടുവച്ചിരിക്കും. ഞാൻ മാനേജറോട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്നും ബെറ്റർ അല്ലേ. എൻ്റെ ഒരിക്കൽ ഞാൻ അവിടെ സ്ഥലം മേടിക്കാൻ പോയപ്പോൾ ഒരു ഫാമിലിയുടെ ബാക്കിൽ ചാണകക്കുഴിയിൽ വെള്ള പൂവ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല മണവും ഭംഗിയുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓണറെ ഞാൻ വിളിച്ച് കേട്ടു, ഇതെന്താ സാധനം? അത് സാറേ ഇത് കല്യാണ സൗഗന്ധ്യം എന്ന് പറയും. നല്ല പച്ചപ്പിൽ നല്ല വെള്ളപ്പൂവാണ്. ഞാനത് കേട്ടു. ഇവരിൽ നിന്ന് എനിക്ക് 1 മൂട് തരുമോ? സാർ 5 മൂട് എടുത്തിട്ട് പോകും, ഞാനത് കളയാനിട്ടിക്കാം. ഞാൻ സ്ഥലം 5 മൂട് നിങ്ങൾ അറിയണം. ആ 5 മൂട് ഞാൻ കൊണ്ടുവന്നിട്ട്
ഇന്ന് ഉദയസമുദ്ര, ഉദയ സ്വീറ്റ്സ്, കോവളത്ത്, അവിടുത്തെ ആലപ്പിയിലെ ഇത്രയും ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുള്ളായിട്ട് അതാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ ഹോട്ടലുകളിൽ എല്ലാത്തിലും വെച്ചു, എൻ്റെ സ്കൂളിൽ വെച്ചു, ചെങ്കൽ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയാൽ ശിവലിംഗത്തിൻ്റെ ചുറ്റും അതാണ്. വെറും 5 മൂടാണ്. അതിശയമാണ്. ആൾക്കാർ വന്നിട്ട് അത് മണപ്പിച്ചും കണ്ടും എപ്പോഴും പോകുന്നതാണ്. അതൊക്കെ മാറ്റിയിട്ടാണ് ഈ ബോൺസായും പിൻസായും ഒക്കെ കൊണ്ടുവരുന്നത്. നമ്മളുടേതായിട്ടുള്ള ഫുഡ് ലോകത്തിലെ ഏറ്റവും നല്ല ഫുഡാണ്. കേരള ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ അമ്മമാർ കുക്ക് ചെയ്തിരുന്ന സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. ഒരു അസുഖം വരാത്ത ഫുഡാണ്. അതിനെയൊക്കെ മാറ്റിയിട്ടാണ് ബർഗറും പിസ്സ, പാസ്റ്റ, മോഡേൺ ആണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ. അത് തെറ്റാണ്. ഞാനിന്നും സാമ്പാറും രസം അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ഇപ്പം കഴിക്കുന്നത്. ഒരിക്കലും ഈ ഫുഡുകളൊന്നും നമുക്ക് കഴിക്കില്ല. ഹോട്ടലിൽ കൊടുക്കുന്നെങ്കിലും കഴിക്കില്ല. ഇതൊക്കെ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. അതല്ല മോഡേൺ പോകുന്നത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ നെയ്യാറ്റിൻകരയ്ക്ക് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഏതെങ്കിലും ബിജെപിയുടെ യഥാർത്ഥ പോരാളി UDF ആണോ LDF? എൻ്റെ കണക്കിന് രണ്ടുപേരും തുല്യരാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. അവർ 2ാമത്തെ പ്രാവശ്യം നിന്നും ജയിച്ചു. 3ാമതും വരുമ്പം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടി തന്നെ കേൾക്കണം. അത് നിങ്ങളൊക്കെയാണ് വിലയിരുത്തേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു പാറശാല പിന്നെ എന്തെങ്കിലും ഇവിടെ എന്താ ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറേ ജാതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ജോലി കൊടുത്തതിനപ്പുറം വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അത് യോഗ്യതയുള്ളൂ. ഇത് കുറച്ച് പേർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഈ പാർട്ടിക്ക് നടക്കുന്നു, ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കൊടുത്ത് വോട്ട് ചെയ്യിക്കും. ഞാൻ പറഞ്ഞു ഈ കോളനിയിലൊക്കെ രാത്രിയൊക്കെ ആൾക്കാർ ഇതിലേക്ക് എക്സ്പേർട്ടാണ്. അവർ രാത്രിയൊക്കെ പോയിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്ത് അത് വോട്ടായിട്ട് മാറ്റാം. അത് പാടില്ല. അത് വളരെ തെറ്റാണ്. അത് മറ്റേതായാലും മതി. അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹം പേരിൽ ശക്തനാണ്. അദ്ദേഹം ശക്തനല്ല. എനിക്ക് 84 വയസ്സായി, നടക്കാൻ പോലും അല്ല. അതിന് മുമ്പ് സ്പീക്കറും കാര്യമായിട്ടൊക്കെ ഇരുന്ന ആളാണ്. അദ്ദേഹം എന്നിട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിനും കഴിവുള്ള പിള്ളേരുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് കൊടുക്കാതെ അദ്ദേഹം തന്നെ നിൽക്കുകയാണ്. അതിലൊരുപാട് കോൺഗ്രസ്സിലെ ആൾക്കാർ ഡിസ്പ്യൂട്ട് വരും. അത് പിന്നെ റിസൾട്ട് ഉണ്ടാവില്ല. ഒരു സിസ്റ്റമുണ്ട്. ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ എൻ്റെ ആൾക്കാർ പറയും, ചേട്ടാ അവിടെ പോയാൽ ആദ്യം അവിടുത്തെ ബൂത്തിൻ്റെ പ്രസിഡൻറ്റിനെ വിളിക്കണം, അതേ വിളിച്ചാലേ അവിടെ ഇറങ്ങാവൂ. ഇതൊക്കെ സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഇത് പിന്നെ അവരൊരു വലിയ ഇല്ലാതെ അതൊരു കൺട്രോളാണ്. അത് കൺട്രോൾ വേണം. അതൊക്കെ ഇപ്പം നല്ലതായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ. നിർത്താമോ? ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. എന്തായാലും ആശംസകൾ. സാറേ, ഒരു കാര്യം ചോദിച്ചു. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ NDAയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരെന്നൊന്നും പറയുന്നില്ല. അത് BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്രയാണ്? ഇവിടെ നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം? ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്കീം ഇന്ത്യയിലെ എല്ലാവർക്കും തുല്യമാണ്. കുറച്ചും കൂടി ഒന്നും കൊടുക്കാറില്ല. ഇല്ല, എല്ലാ സംസ്ഥാനത്തിലും ഒരേപോലെ തന്നെ കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സ്കീമും എല്ലാവർക്കും ഈക്വലായിട്ടാണ് കൊടുക്കുക. ഒരു സ്റ്റേറ്റിന് സെപ്പറേറ്റ് ഒന്നും കൊടുക്കുന്നത്. ഈ സാമൂഹ്യശേഷ പെൻഷൻ അപ്ലൈ ചെയ്യുന്നില്ല. അത് ഓൺലൈൻ അപ്ലൈ ചെയ്ത് മേടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ നമ്മളെ ഫിഷർമെൻ, മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്, കർഷകർക്ക് പെൻഷനുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അത് ഓൺലൈൻ അപ്ലൈ ചെയ്യണം. അത് പാവങ്ങൾക്ക് അറിയില്ല. അത് ചെയ്യേണ്ടത് ചില പഞ്ചായത്തിൻ്റെ ത്രൂ ഒക്കെയാണ്. അത് അവർ ചെയ്യില്ല. അതാണ് ഇത് നാട്ടിൽ കിട്ടാത്ത. അല്ലെങ്കിൽ മിക്ക സ്റ്റേറ്റുകളിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം സെൻട്രലിൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. നമുക്കത് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് NGOസിനെ വെച്ച് വീടുകളിലും പോയിട്ട് അവർക്കെല്ലാം ഫോം ഫില്ലപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കും. തീർച്ചയായും വാങ്ങിച്ചു കൊടുക്കും.